ഹായ്, ഞാൻ നിങ്ങളെന്നെ ഒരു ചെറിയ ഡെയിലി വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചെറുതായിട്ട് കുറച്ച് മെയിൻ പണികൾ, കുക്കിങ്ങുമായ പണികൾ അതൊക്കെ ഞാൻ ചെയ്യുന്നത് കാണിക്കാനായിട്ടാണ് ഈ വ്ളോഗ്. ഞാൻ ഇപ്പോൾ ഉറങ്ങിയേറ്റു, പല്ല് തേച്ച് വന്നു. ആദ്യം ചെയ്യ പണി ഗുളിക കഴിക്കും, ഒമിപ്രസോൾ. ഇതാദ്യം തന്നെ ഞാൻ കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അടുത്തത് ഞാൻ എന്താ ചെയ്യുക, ചെറിയൊരു കുട്ടി മേക്കപ്പ് എന്നല്ല, മുടിയിരി കെട്ടുക, അത്ര തന്നെ. മുടിയിരി കെട്ടാട്ടാതെ നമുക്ക് മുടി ഈരാനൊന്നുമില്ല. പക്ഷെ രാത്രി കിടന്നിട്ടേ ചിക്കിപ്പോൾ ഞാനെങ്ങനെ ചിക്ക് എടുക്കണ വെച്ചാൽ അത് തുള്ളി, ഇത് കണ്ട തുള്ളി, ഞാൻ ബദാം ഓയിലാട്ടാണ് യൂസ് ചെയ്യുന്നത്. കയ്യിൽ തൊട്ടില്ല. ആ കൈ കൊണ്ട് ആദ്യം മണ്ടയിരിയിട്ട് കയ്യിൽ എണ്ണയാക്കും, എന്നിട്ട് ആ കൈ കൊണ്ട് ചിക്ക് എടുക്കും. അപ്പോൾ ചിക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. ഇങ്ങനെയാണ് ഞാൻ എന്നും ചിക്ക് എടുക്കുക. മുടി ചുള്ള മുടി കയറി എന്തൊക്കെ ചിക്ക് എടുത്താലും പുറത്തേക്ക് പോവുകയാണെങ്കിലേ ഓണിയിടും. ഇത്ര വെള്ളം എങ്ങനെയുണ്ട്, കെട്ട് എങ്ങനെയുണ്ട്, നല്ലതാണ്. ഇത്രയുള്ള. ഇനി അടുത്തത് ഞാൻ അടുക്കളയിലേക്ക് പോകും, ചായ ഇടും. അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പണി ചായ വെപ്പ്. ചായ വയ്ക്കാൻ ആദ്യം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് എടുത്തുകൊണ്ട് ഇഞ്ചി ഇടും ആദ്യം. അത് കഴിഞ്ഞ് അടുത്തത് തുണ്ട് ഏലക്ക ഇടും, ഏലക്ക പൊടി. എന്നിട്ട് ചായപ്പൊടി ഇട്ട് സിമ്മിൽ വെപ്പിച്ച് നല്ല വറ്റിക്കും. അപ്പോൾ നല്ല തിക്കാണ്, നല്ല സ്ട്രോങ് ചായ കിട്ടും. നല്ല അടിപൊളി ചായ ആയിരിക്കും എൻ്റെ ചായ. മക്കളെ, ഇവിടെ ഫുള്ള് ചെയ്യാൻ പറ്റിയ, വീട് മുഴുവൻ ചെയ്യാൻ പറ്റാം. രാത്രി വന്നിട്ട് ഓരോത് സിറ്റ് ഔട്ടാണ്. ഇപ്പോൾ വർക്ക് ഏരിയയിൽ നിന്ന് 2 പുറം കോരി കളഞ്ഞു. കാണാണ്ട, ചൈനക്കാരാണെങ്കിൽ വറുത്ത് കഴിക്കായിരുന്നു. എന്താ ചെയ്യുക, രാത്രി ആയ ലൈവ് വിടുമ്പോഴൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. കാണാണ്ട, ചെയ്യാൻ പറ്റുന്ന ചേട്ടൻ അടിച്ചു വരി കോരി വെച്ചേക്കുക എന്നെ കാണിക്കാം. ഭയങ്കര ശല്യമാണ്. ചായ തിളയ്ക്കണ നേരത്ത് പോയിട്ട് ചെയ്യാൻ പറ്റാനും നോക്കാൻ പോയതാ. എന്തൊരു ശല്യം എന്നറിയോ ഞങ്ങൾക്കിത്. എല്ലാവർക്കും ഉണ്ടാവും. മഴ പെയ്യാൻ തുടങ്ങിയ ആദ്യം തന്നെ ജനലും അതിലടച്ചണം, എന്നാലേ എയർ ഹോൾ വഴി വരും. ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ ചായ അരിക്കാനുണ്ട്. ചേട്ടന് വേണ്ടിയിട്ട് 1 സ്പൂൺ മധുരം. ചേട്ടന് മധുരമില്ലാണ്ട് കുടിക്കില്ല.
നമ്മുടെ ചക്ക പഴുത്തുട്ടാ. വേണ്ട ചക്ക വേണ്ട, ചക്ക സൂപ്പറായിട്ട് പഴുത്തിട്ടുണ്ട്. നല്ല ചക്ക. മറ്റേ കറി വയ്ക്കേണ്ടത് പറിച്ച് വെച്ചിട്ടുള്ള ഇതിനല്ലേ ചായ കുടിച്ച മധുരം ഒരു കുറച്ച് മധുരം ഇട്ടിട്ടുള്ള. അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര വയ്യെങ്കിലും നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റുക, ബെഡ്ഷീറ്റ് വിരിക്കുക, ഇതൊക്കെ ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോൾ ഒരു റൂം, ചേട്ടൻ്റെ റൂം ബെഡ്ഷീറ്റ് മാറ്റി കഴിഞ്ഞു. ഇങ്ങനെ മാറ്റിയാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഇപ്പോൾ റൂം കാണാൻ നല്ല ഭംഗിയാണ്. ബെഡ്ഷീറ്റ് മാറ്റൽ വലിയൊരു ടാസ്ക്കാണ്. എല്ലാ ആഴ്ചയിലും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവിലേക്ക് എടുക്കാൻ. ഇനി അടുത്ത റൂമിലേക്ക് പോകാട്ടോ. ബെഡൊക്കെ വിരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ബെഡിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ആരും ഇരിക്കാൻ പാടില്ല, ഞാൻ തന്നെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഫസ്റ്റ് എല്ലാ ആഴ്ചയിലും ബെഡ് മാറ്റണം നമ്മൾ, അത് നമുക്ക് നല്ലത്. അഴുക്കായിട്ടില്ലെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ബെഡ്ഷീറ്റ് മാറ്റും. ഇതൊരു ചെറിയ ബെഡ്റൂമാണ്, എനിക്ക് മാത്രം കിടക്കാൻ. ഇതാണ് എൻ്റെ ഒരു കൊച്ചു സ്വർഗം. ഇനി അടിച്ചു വാരലും പണികളും കഴിഞ്ഞിട്ട് മറ്റുള്ളത് കാണാം. ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തേങ്ങാക്കഞ്ഞി, ഒരു ചീരപ്പേരിയാണ് കേട്ടോ. തേങ്ങാക്കഞ്ഞി വെക്കാനായിട്ട് തേങ്ങ മുറിച്ചപ്പോഴേ കൊട്ടത്തേങ്ങ, അപ്പോൾ ചേട്ടൻ അത് അരിഞ്ഞ് തന്നിട്ട് അത് മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. വേറെ എന്താ ചെയ്യുക, വേറെ കടയിലൊന്നും തേങ്ങ കിട്ടിയില്ല. 2-3 കടയ്ക്ക് ചേട്ടൻ പോയി, തേങ്ങയില്ല. ഇത് കുറേ കടകളിലേക്കും ചെയ്തു. അപ്പം ഞാൻ ചീര അരിയാം, ചേട്ടൻ തേങ്ങ അരിഞ്ഞ് തരട്ടെ. പൂവുണ്ട്, അത് കാരണം അത് അരിയാൻ പാടാ. ചീര മൂക്കുമ്പോൾ പൂ വരില്ല, അത് കാരണം അതൊക്കെ കിള്ളിയിട്ട് വേണം അരിയാൻ. എനിക്ക് കട്ടിങ് ബോർഡിനേക്കാൾ ഈസി കയ്യിൽ പിടിച്ചരിയണതാണ്. നല്ല എക്സ്പെർട്ട് ഞാൻ കയ്യിൽ പിടിച്ചരിയാം. പക്ഷെ ടേബിൾ ഇരിക്കുമ്പോൾ താഴത്തേക്ക് പോവില്ല, അത് കാരണം
ചീരത്തോരനും ചെറുപയറും തേങ്ങയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊരു കഞ്ഞി അതുണ്ടാക്കി കാണിക്കാം കേട്ടോ. പിന്നെ വള്ളിയ തേങ്ങ അല്ലെങ്കിൽ കുറവാ, 2 തേങ്ങ വേണം, 1 തേങ്ങയാണല്ലോ. ചേട്ടനെ വെച്ച് തന്നെ. അങ്ങനെ നമ്മൾ ചീര നന്നാക്കിലും ചേട്ടൻ തേങ്ങ കൊത്തി തന്നിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാൻ. കൊട്ട തേങ്ങയാ, നല്ല ഉണങ്ങി. അപ്പോൾ ഇത് അരച്ചിട്ട് ഇടാം. വേറെ വഴിയില്ല മക്കളെ, തേങ്ങ കിട്ടാനില്ല. തേങ്ങ കിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഫാൻ ഓഫാക്കിയിട്ടില്ലേതാ? വെള്ളം, പൊടി, സ്പൈസസ്, അണ്ടിപ്പരിപ്പ്, പനിയോട് പറയും കണ്ണിൽ കാണാല്ലേ പനി. അതിൻ്റെ ഡയറി ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓരോന്ന് ചെയ്തുകൊണ്ട് പിന്നെ പണിയായിട്ട് ചെയ്യില്ല, ഇങ്ങനെ ചെയ്യും. മണ്ണ് വെക്ക്, എന്തോരം മണ്ണാണ് എന്ന് തുടച്ചാലും മണ്ണ്. വീട് കെട്ടുന്നത് മുഖ്യമല്ല, വീട് കെട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മുഖ്യം. ഹയ്യ കുക്കിങ്ങും വീഡിയോ പിടിക്കലും
എല്ലാം കൂടി നമുക്ക് സഹിക്കാൻ പറ്റാത്ത പണികൾ, താങ്ങാൻ പറ്റാത്ത പണികളാണ്. എത്ര വൃത്തിയാക്കിയാലും കുറച്ച് കഴിഞ്ഞാൽ അതേമാതിരി വൃത്തികേടാവും. കണ്ട, ഡെയിലി ഡൈനിങ് ടേബിളാണ്, ഡെയിലി തുടയ്ക്കണതാ. അപ്പം ഇനി അടുത്ത പണി ചെയ്യട്ടോ. ഇത് നല്ല സാധനം കേട്ടോ. ഒന്ന് കഴുകിയാൽ മതി, എല്ലാം അഴുക്കും പോകും. നിറയെ ലോങ് യൂസാണ്, നല്ല സാധനമാണ്. നല്ല അഴുക്കും വരും. ഒന്ന് ലൈറ്റായി കഴുകിയാൽ മതി, ഒന്ന് അലമ്പിയാൽ മതി, എല്ലാം അഴുക്കും പോകും. അടുത്തത് നമുക്കേ കുറച്ച് നേരം കഞ്ഞി വയ്ക്കാനുള്ള അരിയും 1.5 ഗ്ലാസ് അരി, 1.5 കപ്പ് 240-ൻ്റെ 1.5 കപ്പ്, 3/4 കപ്പ് ചെറുപയർ, പകുതി അരിയുടെ പകുതി, 1.5 ഇതൊന്ന് ഇത്തിരി നേരം വെള്ളത്തിലിടാം കുതിർത്താൻ. എന്നിട്ട് നമുക്ക് ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കാം. അപ്പോൾ അരിയൊക്കെ കഴുകി, അരിയും പയറും കഴുകി വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇടുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ, വെളുത്തുള്ളി അരിയുടെ കൂടെ ഇടണേ, അപ്പോഴേക്കും നന്നാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ അരിയൊക്കെ നല്ല കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുക്കറിൽ അരിയും ചെറുപയറും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ കഞ്ഞിയല്ലേ, അത് കാരണം കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഇടുക, കുറച്ച് ജീരകം ഇഷ്ടമുള്ളവരിട്ടാൽ മതി കേട്ടോ. ജീരകം ഇട്ടു, കുറച്ച് വെളുത്തുള്ളി ഇടുക. ചെറുപയർ ഗ്യാസാണ് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇടാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. നമുക്കില്ല, കറിവേപ്പില ഇല്ല, പിന്നെ കറിവേപ്പില കച്ചവടം ഇല്ല നമുക്ക്. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പിടാം, ഇപ്പം തന്നെ ഉപ്പിടാം. തേങ്ങ മാത്രം അവസാനം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് വരും. നല്ല ഇളക്കിയിട്ട് കുക്കർ മൂടുക. എല്ലാതായിട്ടുണ്ട്. പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചിട്ടോളാം, എരിവില്ലാത്ത പച്ചമുളക്. ഇത് നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് എത്ര വേവ് എന്തായാലും അരി പയർ വേവ് വെച്ചാൽ അത്ര നേരം വേവാൻ വിടുക കേട്ടോ. എൻ്റെ ഒരേ ദിവസത്തെ പണികൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് തേങ്ങ നമ്മൾക്ക് ചിരകിയതില്ല, നമ്മൾക്ക് കൊട്ട തേങ്ങ, നല്ല തേങ്ങ കിട്ടിയില്ല, കൊട്ട തേങ്ങ. അപ്പോൾ ഇത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാൻ. നമുക്ക് ചീര തോരൻ ഉണ്ടാക്കണം, 2-നും ഒരു തേങ്ങയുള്ളൂ. അപ്പോൾ ഇത് 2-ന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ തേങ്ങ ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. തേങ്ങ ക്രഷ് ചെയ്തപ്പോൾ നിറയുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചത് കുറച്ചുള്ളൂ എന്ന് വിചാരിച്ചത്, അപ്പോൾ ക്രഷ് ചെയ്തപ്പോൾ കണ്ടില്ലേ നിറയെ തേങ്ങയുണ്ട്. നമുക്ക് 2-ന് ഇത് മതി കേട്ടോ. കുറച്ച് കഞ്ഞിയല്ലേ ഉള്ളൂ, നമ്മൾക്ക് 2 പേർക്കുള്ള ഉള്ളൂ. അപ്പോൾ പകുതി കഞ്ഞിക്ക് ഒഴിക്കാം, കഞ്ഞിയിലിടാം, പകുതി ചീരയിലിടാം. മതി, ധാരാളം മതി. ചീരയ്ക്ക് വേണ്ട ഉള്ളിക്കരിയാ കേട്ടോ. വലിയ ഉള്ളിയാണ്, പെട്ടെന്ന് നന്നാക്കി കഴിയും. ഞാനെപ്പോഴും ഉള്ളി നന്നാക്കുമ്പോഴേ ഇങ്ങനൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കും, എന്നിട്ട് തോല് കളഞ്ഞിട്ട് വെള്ളത്തിലിടും. അപ്പോൾ അതിൻ്റെ എല്ലാ അഴുക്കും പോവും. ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്, ഇതിലും വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. പെട്ടെന്ന് നമുക്ക് ഉരിക്കാൻ പറ്റും, 1 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ. എന്നും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പണികൾ. എന്നും ചെയ്തു വെച്ചിട്ടല്ലേ കാണിക്കണത്. ഇന്ന് ഞാൻ മുഴുവനായിട്ട് കാണിക്കാം എൻ്റെ ഒരു ദിവസത്തെ പണികൾ.
ഉള്ളി തോലി കളയൽ കഴിഞ്ഞു. കണ്ട നല്ല സൂപ്പറായിട്ട് ഒരു 2 മിനിറ്റിന് ഇങ്ങനെ 1 മിനിറ്റ് വെള്ളത്തിലിട്ട ഇനി വെള്ളത്തിൽ നിർത്താൻ അരിയണം, പിന്നെ വെള്ളത്തിലിടില്ല. അപ്പോൾ നമുക്ക് ചീര താളിക്കാട്ടോ. നിറയെ ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ട് ചീര താളിക്കാട്ടോ. നിറയെ ഉള്ളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരിക്കും. നമ്മളിത് മാറ്റി ചെയ്യും. ഇതിനെ ഉള്ളി ഇട്ട് കഴിഞ്ഞാലേ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു തേങ്ങയുള്ളൂ. ഇത് രണ്ടിനും കഞ്ഞിക്കും ഒഴിക്കണം. ഇതുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന സൂത്രപ്പണികളൊക്കെ നിങ്ങൾ കണ്ടു നോക്കിക്കോ. അതിൻ്റെ അതുമാതിരിയൊക്കെ ചെയ്തോ. ഒന്ന് ഹാഫ് കുക്കാകുമ്പോൾ നമുക്ക് ചീരിടാം. പിന്നെ അവസാനം തേങ്ങയിട്ട് ഇറക്കാം. നമ്മുടെ ഉള്ളി മൊരിക്കണേക്ക് ഉപ്പിട്ടുണ്ട് കേട്ടോ. ചീരയ്ക്ക് ആവശ്യമായ ഉപ്പ്. അപ്പോൾ എല്ലായിടത്തേക്കും ഈവണായിട്ട് നമുക്ക് ഉപ്പ് സ്പ്രെഡാവും. മതി കേട്ടോ. എത്ര മൊരിഞ്ഞാൽ മതി. പകുതി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചീര അതിരിക്കിടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. കണ്ട ചീര വാടിയപ്പോൾ കാഭാഗമായി ഒരു ചട്ടി നിറയുണ്ടായിരുന്നതാണ്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇടാം. നമ്മുടെ ചീര ഇവിടെ കറക്റ്റാണ് വെന്തിട്ടുണ്ട്. ഒട്ടും ഇല്ലാത്ത മാതിരി അതിൻ്റെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. കുറവാണ്, പക്ഷെ നമുക്ക് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിൽ ചീരത്തോരനായിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് കഞ്ഞിയുടെ കാര്യം നോക്കാം. ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയ ഉള്ളി പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട്, വേറെ ഇതിൽ കുരുമുളകൊന്നും ഇടില്ല കേട്ടോ. ഞാൻ പലതരത്തിൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കും. ഇത് ഭയങ്കര ടേസ്റ്റ് എനിക്ക്. ഇതിൽ കറിവേപ്പില ഇടണം. കറിവേപ്പില ഇല്ല, ഇനി പറിക്കാൻ പോകണം. അതിലൊന്നുമില്ല പറിക്കണം. നല്ല ടേസ്റ്റ് ഇങ്ങനത്തെ ഓംപ്ലേറ്റ്. കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. ഉപ്പ് കുറച്ച് ഇട്ടുണ്ടായിരുന്നു, പോരാ. എണ്ണ ഒരു തുള്ളി പേരിന്. നമ്മൾ വഴറ്റിയ ഉള്ളിയാണ്, അപ്പം അതിൻ്റെ എണ്ണയുണ്ടാവും. ഇത് പേരിന്. എന്നിട്ട് രണ്ടും കൂടി 2 ഡബിൾ ഓംപ്ലേറ്റാണ് കേട്ടോ. നമ്മളാകെ 2 പേരല്ലേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരേ സെക്കൻഡിന് വരും ഇങ്ങനായി. അപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റായി, ചീരയായി. കഞ്ഞി നോക്കട്ടെ നമുക്ക്. ഇപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ലാസ്റ്റ് കുറച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കണം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇട്ട് ഇറക്കി മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് ഉണ്ടാ കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് അതെടുക്കുമ്പോൾ എല്ലാം മിക്സായിട്ട് സൂപ്പറായിട്ടുണ്ട്. നല്ല എല്ലാം മിക്സായിട്ട് നെയ്യും തേങ്ങയുമായ ഇതിൽ റെക്കോർഡായിട്ടില്ല. ഇതിന് ഈ കഞ്ഞിക്ക് ശരിക്കും ഒന്നും വേണ്ട കേട്ടോ, ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ ചീരപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്, അച്ചാർ ചമ്മന്തിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബീഫ് ഇന്നലത്തെ ഉണ്ട്, പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ കഴിക്കില്ല. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തു. കുക്കർ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം. അതിന് വേണ്ടി സൈഡ് ഡിഷ് ഞാൻ ചീരയാണ് കേട്ടോ. ചീരത്തോരൻ, മുട്ട ഓംപ്ലേറ്റ്, ഒരു ചമ്മന്തി. അത്ര ഒന്നും വേണ്ട. പിന്നെ നമ്മൾ എപ്പോഴും പോലെ ഇത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കില്ല.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ കഞ്ഞിക്ക് ഒന്നും വേണ്ട കേട്ടാ. ഞാൻ ചീര ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. വെള്ളിയാഴ്ച സിമ്പിൾ ലഞ്ചാണെങ്കിലും ടേസ്റ്റി ലഞ്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കണ്ട ചെറുപയർ കഞ്ഞി. അതിലിടുന്ന സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാണ്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ ഗ്യാസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കണം നോക്കിയിട്ട് നിങ്ങളിത് ട്രൈ ചെയ്തോട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.